അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് നോക്കുന്നു, ആരാ തമ്പുരാനെ? എനിക്ക് നല്ല പരിചയമുള്ള മനുഷ്യനാണല്ലോ, എനിക്ക് നല്ല പരിചയമുള്ള മനുഷ്യനാണല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് അത്ഭുതത്തോടുകൂടി നോക്കുമ്പോ അവിടുന്ന് ചോദിക്കുന്നു, ജിബ്രീലേ, ആരാ ജിബ്രീലേ? ആ പോകുന്ന മനുഷ്യൻ ആരാണ് ജിബ്രീലേ? യാ റസൂലല്ലാഹ്, മഹാനായ സയ്യിദുനാ ബിലാൽ, കറുത്തവനായ നീഗ്രയായ അല്ലാഹുവിന്റെ പ്രവാചകന്റെ മസ്ജിദുൻ നബവിയിൽ അന്തിനേരം ബാങ്ക് വിളിച്ചിരുന്ന മഹാനായ ബിലാൽ റളിയല്ലാഹു തആല അൻഹു. അടിമയായിരുന്ന ബിലാൽ, നീഗ്രയായിരുന്ന ബിലാൽ, ഒരുപാട് പീഡനങ്ങൾ സഹിക്കേണ്ടി വന്ന ബിലാൽ, മുത്തുനബിയെ ഹൃദയത്തിന്റെ അകത്ത് സ്നേഹിച്ചിരുന്ന ബിലാൽ, ആ ബിലാൽ റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പ്രവാചകനെ സ്വർഗ്ഗത്തിൽ കാണുകയാണ്. മുത്തുനബിയുടെ മുന്നിൽ നടന്നു പോകുന്ന സ്വഹാബിയ അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുമ്പോ റസൂലുള്ളാഹി ചോദിച്ചു, ബിലാലേ, ബിലാലേ, നിന്നെ ഞാൻ സ്വർഗ്ഗത്തിൽ കണ്ടു ബിലാലേ, നീ എന്ത് നല്ല കാര്യമാ ചെയ്യുന്നത്? നിനക്ക് സ്വർഗ്ഗത്തിൽ ഒരു കൊട്ടാരം കിട്ടാ, എന്നെക്കാരും മുമ്പ് സ്വർഗ്ഗത്തിലൂടെ നടന്നു പോകുന്നത് കണ്ടല്ലോ, ഈ ജീവിതത്തിൽ എന്താണ് ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോ ബിലാൽ റളിയല്ലാഹു തആല അൻഹു സഹാബികളുടെ ഇടയിൽ ഇങ്ങനെ തലതാഴ്ത്തി നിൽക്കുകയാ. ഒന്നുമില്ല നബിയേ, ഈ ബിലാലിന്റെ കയ്യിലെ സ്വർഗ്ഗം കിട്ടാറൊന്നുമില്ല നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ ചോദിച്ചു, പ്രത്യേകമായിട്ട് എന്തെങ്കിലും ചെയ്യുമോ? യാ റസൂലല്ലാഹ്, ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിന് ഒരു സ്വഭാവമുണ്ടായിരുന്നു. മലക്കുകളെ കൂട്ടുകാരനാക്കാൻ പറ്റുന്ന രണ്ടാമത്തെ സൽക്കർമ്മം എന്തെന്നറിയോ? ബിലാലിനൊരു സ്വഭാവമുണ്ടായിരുന്നു, എപ്പോഴും ഉടുവെടുക്കുമായിരുന്നു. മുറിഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഉടുവെടുക്കുമായിരുന്നു. അല്ലാഹുവേ, ദായിമല്ലോടുകൂടി നടക്കുന്ന സ്വഹാബിയ, അത് നടത്തമാണെങ്കിലും കഥാ ഉറക്കമാണെങ്കിലും എപ്പോഴും ഉടുവോടുകൂടി നടക്കുന്ന സ്വഹാബിയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു, ബിലാലേ, അതിനു പകരമാണ് നിനക്ക് അല്ലാഹു ഈ പ്രതിഫലം തന്നതെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, എപ്പോഴും നീ ഒന്നുപെടുത്തിട്ട് നടക്ക്, എപ്പോഴും ഒന്നുപെടുത്തിട്ട് നടക്ക്. വെറുതെയല്ലല്ലോ അല്ലാഹുവിന്റെ റസൂല് ഒന്നുപെടുക്കാൻ പറഞ്ഞത്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, പള്ളിയിൽ നമസ്കരിക്കുന്നതിന് പോകുന്ന സമയത്ത് പോലും നേരെ ചൊവ്വ ഒന്നുപെടുക്കാത്തവരാ. അല്ലാഹുവേ, നമസ്കരിക്കാൻ പോകുന്ന സമയത്ത് പോലും നേരെ ചൊവ്വ ഒന്നുപെടുക്കാത്തവര്, ഒന്നുവിന്റെ പ്രതിഫലം എന്തെന്നറിയുമോ? ഒന്നുപെടുത്താൽ അല്ലാഹു നിനക്ക് തരുന്ന പ്രതിഫലം എന്താണ്? അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് ജിബ്രീൽ എന്ന മലക്കും 70,000 മലക്കുകളുമായി ഇറങ്ങി വരികയാണ്. ഒരു സിംഹാസനം അങ്ങുണ്ട്. നബിയുടെ മുന്നിലേക്ക് 70,000 മലക്കുകളുടെ നേതൃത്വത്തിൽ അതാ ജിബ്രീൽ കടന്നു വന്നു. പ്രവാചകന്റെ മുന്നിൽ സ്വർണ്ണത്തിന്റെ സിംഹാസനം കൊണ്ടുവച്ചു. ജിബ്രീൽ എന്ന മലക്ക് കയറിയിരുന്നു. എന്നിട്ട് അതിന്റെ ചിറക് കൊണ്ട് ഭൂമിയിലടിക്കുകയാണ്. അടിച്ച സ്ഥലത്ത് നിന്ന് വെള്ളം ഇങ്ങനെ പൊട്ടി വരികയാണ്. മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം അവിടെ നിന്ന് ഉടുവെടുത്ത് കാണിച്ചു കൊടുത്തു, നബിയേ, യാ റസൂലല്ലാഹ്, എങ്ങനെയാണ് ഉടുവെടുക്കേണ്ടതെന്ന് പ്രവാചകനെ കാണിച്ചു കൊടുക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂലിനെ പഠിപ്പിച്ചു കൊടുത്തു. എന്നിട്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ ജിബ്രീൽ ചെയ്തതുപോലെ ഉടുവെടുക്കുകയാണ്. എന്നിട്ട് പറഞ്ഞത് മറക്കല്ലേ ചെറുപ്പക്കാരാ, പള്ളിയിൽ പോയി ഉടുവെടുക്കുന്ന സമയത്ത്, പള്ളിയിൽ പോയി ഉടുവെടുക്കുന്ന സമയത്ത് നീ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ടടാ പൊന്നുമോനെ. ഉസ്താദേ, ജീവിതത്തിൽ ഒരുപാട് പാപങ്ങൾ ചെയ്തവനാണ്. കള്ളു കുടിച്ചു, വ്യഭിചരിച്ചു, പൈസ തിന്നു, എത്രയോ വഖത്തുകൾ മുടക്കി, ഒരുപാട് ജീവിതത്തിൽ ചെയ്യാൻ പാടില്ലാത്തത് പലതും ഞാൻ എന്റെ ജീവിതത്തിൽ ചെയ്തു പോയി. നീ എവിടെ കൊണ്ട് കഴുകിക്കളയണമെന്നറിയില്ല ഉസ്താദ് എന്ന് പറയുന്ന ചെറുപ്പക്കാരാ, പാപം കഴുകിക്കളയാന് പറ്റുന്ന ഒരു എളുപ്പവഴി ഞാൻ പറഞ്ഞു തരാ. മുത്തുനബി പറഞ്ഞതെന്തെന്നറിയോ? മുത്തുനബി പറഞ്ഞതെന്തെന്നറിയോ? സഹാബാ,
ഞാൻ കാണിച്ചു തന്നതുപോലെ നിങ്ങൾ ആരെങ്കിലും ഒളിവെടുത്താൽ നിങ്ങൾ ചെയ്ത പാപങ്ങൾ അല്ലാഹു പുറത്തു തരും സഹാബാ. ഒളിവെടുക്കുന്ന സമയത്ത് നിന്റെ കൈ കഴുകുമ്പോ, നിന്റെ കണ്ണ് കഴുകുമ്പോ, നിന്റെ കാല് കഴുകുമ്പോ, നിന്റെ വാ കഴുകുമ്പോ, പടച്ചവനെ നിന്റെ ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങൾ മുഴുവനും ഒളിവെടുക്കുന്ന സമയത്ത് അല്ലാഹു പുറത്തു തരുമെന്ന് പ്രവാചകൻ പറയുമ്പോ, സഹോദരാ എപ്പോഴും ഒന്നുകൂടി നടക്കണേ, ഒന്നുകൂടി നടക്കണേ, ഒന്നുകൂടി കിടന്നുറങ്ങണേ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുകയാണ്, മൻബാത ത്വാഹിറൻ മൻബാത ത്വാഹിറൻ ബാത ഫീ ശിആരിഹി മലകുൻ ലാ യസ്തൈഖിലു സഅതൻ മിൻ ലൈൽ. ഏതെങ്കിലും ഒരു മനുഷ്യന് ഒന്നുകൂടി കിടന്നുറങ്ങിയാൽ, ഏതെങ്കിലും ഒരു മനുഷ്യന് ഒന്നുവെടുത്തിട്ട് കിടന്നുറങ്ങിയാൽ അല്ലാഹുവേ നിന്റെ തലയുടെ ഭാഗത്തൊരു മലക്ക് വന്ന് നിൽക്കുകയാ. ഒരു മലക്ക് നിന്റെ കാവല് നിൽക്കുകയാണ്. നിന്റെ കൂട്ടുകാരനായിട്ട് ഒരു മലക്ക് നിന്റെ തലയുടെ ഭാഗത്ത് നിന്നിട്ട് ആ മലക്ക് അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ്, അല്ലാഹുമ്മ ഗ്ഫിർ ലി അബ്ദിക ഉളുവെടുത്തിട്ട് കിടന്നിറങ്ങുന്ന നിന്റെ തലയുടെ ഭാഗത്തൊരു മലക്ക് നിന്നിട്ട് ദുആ ചെയ്യുന്ന പടച്ചവര്, ഈ മനുഷ്യൻ ചെയ്ത പാപങ്ങൾ പുറത്തു കൊടുക്കല്ലോ, ഈ പെണ്ണ് ചെയ്ത പാപം നീ പുറത്തു കൊടുക്കല്ലോ. കാരണം ഇവർ ഉളുവെടുത്തിട്ട് കിടക്കുന്നവനാ, ഉളുവെടുത്തിട്ട് കിടക്കുന്നവനാ. പടച്ചവനെ നീ എഴുന്നേക്കുന്നത് വരെ ഈ മലക്ക് നിന്റെ തലയുടെ ഭാഗത്ത് നിന്ന് നിനക്ക് വേണ്ടി ദുആ ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, മോനെ എല്ലാ രാത്രിയിലും നിന്റെ തലയുടെ മുമ്പിൽ, നിന്റെ തലയുടെ വലതു ഭാഗത്തൊരു മലക്ക് ഇങ്ങനെ കാവല് നിൽക്കുകയാ. അവൻ നിന്റെ കൂട്ടുകാരനാ, ആ മലക്ക് നിന്റെ കൂട്ടുകാരനാ. എപ്പോഴും ഒതുപെടുത്ത് നടക്കുന്ന ഒരു മനുഷ്യൻ അല്ലാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയോ? മഹാനായ തടവ ഉസ്താദ് പറയുകയാണ്, ഒന്നോടുകൂടി മരിക്കലേറ്റം മെച്ചമാ ജിബ്രീൽ വരുമെന്നും ഹദീസിൽ സ്പഷ്ടമാ. പടച്ചവനെ ഒതുവെടുത്തിട്ട് കിടക്കുന്ന ഒരു മനുഷ്യനുണ്ടല്ലോ, സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുന്ന മനുഷ്യന് ഒതുവെടുത്ത് കൊടുക്കാൻ പറയുന്നത് എന്തിനെന്നറിയോ? ഏതെങ്കിലും ഒരു മനുഷ്യന് ഒതുവെടുത്ത് കിടക്കുന്ന സമയത്ത് മരിച്ചാ അവന് വിവിഐപിയുടെ മരണമാണ്, അവന് വിവിഐപിയുടെ മരണമാണ്. അവന്റെ തലയുടെ വലത് ഭാഗത്ത് മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ എന്ന മലക്കിനെ കണ്ടിട്ട് മരിക്കാവാ. നീ സക്കറാത്തിന്റെ അവസ്ഥയിലെ മരണത്തോട് മല്ലടിക്കുന്ന സമയത്ത് നിന്നെ സമാധാനിപ്പിക്കാ, നിന്നെ സന്തോഷിപ്പിക്കാ ജിബ്രീൽ വരുന്നോനെ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുമ്പോ, എന്റെ പ്രിയമുള്ള സഹോദരാ, ഒതുവോടുകൂടി നടക്കുന്ന മനുഷ്യൻ നാളെ പടച്ചറപ്പിന്റെ പരലോകത്ത് വരുന്നത് എങ്ങനെയെന്നറിയോ? അവന്റെ മുഖം ഇങ്ങനെ പ്രകാശിക്കുകയാണ്. അവന് മുഖം പ്രകാശിക്കുന്ന രീതിയില് നാളെ പള്ളിക്കാട്ടിൽ നിന്ന് എഴുന്നേറ്റ് പടച്ചറപ്പിന്റെ പരലോകത്തേക്ക് കടന്നു വരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, നാളെ മലക്കുകളുടെ കയ്യിൽ പിടിച്ചിട്ട് പടച്ചറപ്പിന്റെ സ്വർഗ്ഗത്തിലെ ഒരു കൊട്ടാരത്തിന്റെ അകത്തേക്ക് കടന്നു പോകണോ? അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തില് മലക്കുകളുടെ കയ്യിൽ പിടിച്ചിട്ട് നിനക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന ഒരു കൊട്ടാരമുണ്ട്. ബിലാൽ നിങ്ങൾക്ക് അല്ലാഹു കൊടുത്ത പ്രതിഫലമാണ്, ബിലാൽ നിങ്ങൾക്ക് അല്ലാഹു കൊടുത്ത പ്രതിഫലമാ. നിനക്കും വേണോ? നിനക്കും വേണോ? അല്ലാഹുവേ, ഏതെങ്കിലും ഒരു മനുഷ്യനുണ്ടല്ലോ, ഏതെങ്കിലും ഒരു മനുഷ്യനുണ്ടല്ലോ എപ്പോഴും ഉളൂ ചെയ്തുകൊണ്ട് നടക്കുന്ന മനുഷ്യന് മലക്കുകൾക്ക് വല്ലാത്ത ഇഷ്ടമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, മലക്കുകളെ കൂട്ടുകാരനാക്കാൻ പറ്റുന്ന മൂന്നാമത്തെ കാര്യം എന്തെന്നറിയോ? ഇതുകൂടെ പറഞ്ഞിട്ട് നമുക്ക് ദുആ ചെയ്ത് പിരിയാ, ഇതുകൂടെ പറഞ്ഞിട്ട് നമുക്ക് ദുആ ചെയ്ത് പിരിയാ. മലക്കുകളെ
കൂട്ടുകാരനാക്കണമെങ്കിൽ മൂന്നാമത്തെ കാര്യമെന്താ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ ഒരു ദിവസം സുബഹി കഴിഞ്ഞിട്ട് പറഞ്ഞു, ആയിഷ ഇന്നലെ ഞാൻ സ്വർഗ്ഗം കണ്ടു ആയിഷ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാ, ഇന്നലെ ഞാൻ സ്വർഗ്ഗം കണ്ടു ആയിഷ. അല്ലാഹുവിന്റെ പ്രവാചകൻ അതാ സ്വർഗ്ഗത്തിലൂടെ നടന്നു പോകുമ്പോ സ്വർഗ്ഗത്തിന്റെ മധ്യഭാഗത്തൊരു കൊട്ടാരത്തിന്റെ അകത്തിരുന്നൊരു ചെറുപ്പക്കാരൻ ഖുർആൻ ഓതുകയാണ്. പറവകൾ പോലും പറന്നു വന്നിട്ടിരുന്ന് ഖുർആനിന്റെ മാസ്മരികമായ ശബ്ദം ഇങ്ങനെ കേൾക്കുകയാണ്. ഒരു ചെറുപ്പക്കാരൻ അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിന്റെ മധ്യഭാഗത്തിരുന്ന് ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുകയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ ചോദിക്കുന്നു, ആരാ ജിബ്രീലേ? ഈ ഖുർആൻ ഓതുന്ന ചെറുപ്പക്കാരൻ ആരാ ജിബ്രീലേ? യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകനോട് അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുകയാ, ഹാരിസ് ഇബ്നു നുഅ്മാൻ എന്ന് പറയുന്ന സ്വഹാബിയാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, റഅയ്തു ഫിൽ ജന്ന ബാരിഹ വസമിഅ സൗത ഖാരിയൻ. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വർഗ്ഗത്തിലൂടെ നടന്നു പോകുമ്പോൾ സ്വർഗ്ഗത്തിന്റെ മധ്യഭാഗത്ത് ഒരു ചെറുപ്പക്കാരൻ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുകയാണ്. റസൂലുള്ളാഹി ചോദിക്കുന്നു, ആരാ ജിബ്രീലേ? അത് ഹാരിസ് ഇബ്നു നുഅ്മാൻ റളിയല്ലാഹു തആല അൻഹുവാണ്. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, എന്റെ ഹാരിസിനെ നിനക്കെങ്ങനെ അറിയാം? ജിബ്രീലേ, എന്റെ ഹാരിസിനെ നിനക്കെങ്ങനെ അറിയാം? യാ റസൂലല്ലാഹ്, അവിടെന്ന് പറഞ്ഞതെന്തെന്നറിയോ? അല്ലാഹു സ്വർഗ്ഗത്തിലെ ഭക്ഷണം കൊടുക്കുന്ന സ്വഹാബിയാണ് നബിയേ. അവിടെന്ന് പറഞ്ഞു കൊടുക്കുകയാണ്, യാ റസൂലല്ലാഹ്, ഇന്നഹു തസ്വാബിയ അന്നബിയ്യു തകഫലു ബിഅർസാഖിനാ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു കൊടുക്കുകയാണ്, നബിയേ, ഈ സഹാബിക്ക് അല്ലാഹു സ്വർഗ്ഗത്തിലെ ഭക്ഷണം വെച്ചിട്ടുണ്ട്. ഈ സഹാബിക്ക് അല്ലാഹു സ്വർഗ്ഗത്തിലെ ഭക്ഷണം വെച്ചിട്ടുണ്ട്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇത് പറയുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകനോട് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയോട് പറഞ്ഞു കൊടുക്കുകയാണ്. പ്രവാചകൻ ചോദിച്ചു, ജിബ്രീലേ, സ്വർഗ്ഗത്തിന്റെ മധ്യഭാഗത്ത് ഈ സ്വഹാബി ഇരുന്ന് ഖുർആൻ ഓതുകയാണ്. അല്ലാഹുവേ, ഈ മനുഷ്യൻ അല്ലാഹു സ്വർഗ്ഗത്തിലെ ഭക്ഷണം തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇത് കിട്ടാനുള്ള കാരണം എന്താ? യാ റസൂലല്ലാഹ്, മാതാപിതാക്കളെ സ്നേഹിച്ചതിന് അല്ലാഹു കൊടുത്ത പ്രതിഫലമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ